Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ. 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 അടുത്ത് നിൽക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം, ഒരു കാരണവുമില്ലാതെ തല്ലിച്ചതയ്ക്കപ്പെട്ട് ജയിലിൽ കിടക്കുമ്പോൾ നീ എന്ത് ചെയ്യും? അതാണ് ചോദ്യം. നീളം കൂടുതലാണ് ചോദ്യത്തിന്. എന്താണ്? ഒരു കാരണവുമില്ലാതെ തല്ലിച്ചതയ്ക്കപ്പെട്ട് ജയിലിൽ കിടക്കുമ്പോൾ നീ എന്ത് ചെയ്യും? സിസ്റ്റർ എന്ത് ചെയ്യും? അതായത് ഇന്നത്തെ ഒന്നാം വായനയില് പൗലോസും സീലാസും അവർ വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വചനം പ്രഘോഷിച്ചുകൊണ്ടിരുന്ന അവരുടെ നേരെ യഹൂദരായിട്ടുള്ളവർക്ക് അസൂയ തോന്നി. കാരണം ഇവര് വചനം പ്രഘോഷിക്കുന്നു, കുറെ ആളുകൾ അത് വിശ്വസിക്കുന്നു, കുറെ ആളുകൾ അവരുടെ കൂടെ കൂടുന്നു. അപ്പോൾ യഹൂദർക്ക് അസൂയ തോന്നി. മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാകുന്നത് നമ്മൾ വചനം പ്രഘോഷിക്കുന്നത് കൊണ്ടല്ല, ആളുകൾ കൂടുമ്പോഴാണ് അസൂയ തോന്നുന്നത്. കണ്ടമാലിൽ ഒറീസയിൽ എന്തുകൊണ്ടാണ് കണ്ടമാൽ ജില്ലയിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം ഉണ്ടായതെന്ന് ചോദിച്ചാൽ, അവിടെ ക്രിസ്ത്യാനികളുടെ എണ്ണം 50% എത്തിയിരുന്നു. ഒരു ജില്ലയില്, കേരളത്തിൽ പോലും 50% ക്രിസ്ത്യാനികളുള്ള ജില്ല ഉണ്ടോന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഒറീസയിലെ ഒരു ജില്ലയിൽ ഒരു പകുതിയോളം ക്രിസ്ത്യാനികളായി മാറിക്കഴിഞ്ഞപ്പോഴാണ് മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടായത്. അപ്പോൾ അതുപോലെ പൗലോസും സീലാസും വചനം പ്രഘോഷിക്കുന്നു, ഒത്തിരി പേര് കൂടുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അസൂയ തോന്നിയിട്ട് യഹൂദര് ഇവർക്കെതിരെ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കി അവസാനം ആളുകളെ പ്രേരിപ്പിച്ച് കല്ലെറിയിക്കുകയും ഇവരെ വലിച്ചിഴച്ച്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു റോട്ടിലൂടെ രണ്ടുപേരെ വലിച്ചിഴയ്ക്കുകയാണ്. എന്തായിരിക്കും സ്ഥിതി? വലിച്ചിഴച്ച് കൊണ്ടുവരുന്നു, അവരെ വടികൊണ്ട് അടിക്കാനായിട്ട് കൽപ്പിക്കുന്നു. ഇപ്പൊ ശരീരത്തിൽ നമുക്കൊരു ഈർക്കിലി കൊണ്ട് പോലും 2 അടി കിട്ടിക്കഴിഞ്ഞാൽ പിള്ളേര് 2 ദിവസത്തേക്ക് മിണ്ടൂല്ല. അപ്പോൾ ഇവരെ വടി കൊണ്ട് അടിച്ച് ചതച്ച്, അതായത് തല മുതൽ ഉച്ച മുതൽ ഉള്ളംകാല് വരെ അടിച്ച് അവരെ കാലുകൾക്ക് ആമം വെച്ച് ജയിലിൽ ഇട്ടിരിക്കുകയാണ്. ഇതാണ് സിറ്റുവേഷൻ. അതുകൊണ്ടാണ് അച്ഛൻ ചോദിച്ചത്, ഒരു കാരണവുമില്ലാതെ നന്മ ചെയ്തതിന്റെ പേരിൽ തല്ലിച്ചതയ്ക്കപ്പെട്ട് ജയിലിൽ കിടക്കുമ്പോൾ നീ എന്ത് ചെയ്യുമെന്ന്. അങ്ങനെ ഇവര് ജയിലിൽ കിടക്കുമ്പോ ആ രാത്രിയില് പൗലോസും സീലാസും കൂടെ കർത്താവിനെ സ്തുതിച്ച് കീർത്തനം പാടുകയാണ്. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ തല്ലിച്ചതയ്ക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന സമയത്ത് പൗലോസും സീലാസും കീർത്തനം പാടി, ദൈവസ്തുതികൾ പാടി, കർത്താവിനെ മഹത്വപ്പെടുത്തി. നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ എത്ര പേരുടെ കുറ്റം പറയാനായിട്ട് നമ്മൾ എന്തൊക്കെ പറയുമെന്ന് ഒരു പിടിയില്ല നമുക്ക്, അല്ലേ? എന്തായാലും നന്മയായിട്ടുള്ളതൊന്നും നമ്മൾ പറയാൻ പോകുന്നില്ല. നന്ദി എന്ന് പറയോ? കർത്താവേ നന്ദി. കീർത്തനം പാടുന്നത് എപ്പോഴും എന്ത് പറഞ്ഞുകൊണ്ടാണ്? നന്ദി പറഞ്ഞുകൊണ്ടാണ് കീർത്തനം പാടുന്നത്. കർത്താവ് നിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്തിന്? ഈ തല്ലുകൊണ്ടതിന് നിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഈ പ്രയാസം ഉണ്ടായതിന്, ഈ ബുദ്ധിമുട്ടുണ്ടായതിന്, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതവുമായി അപ്ലൈ ചെയ്യുമ്പോൾ ഈ വിഷമം എനിക്ക് എന്നുണ്ടായതിനെ ഓർത്ത് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഒന്ന് പറഞ്ഞ ഈശോയെ, ഇന്നെനിക്ക് ഒരു വിഷമമുള്ളതിനെ ഓർത്ത് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. പറയാൻ പറ്റുമോ? അച്ഛൻ പറഞ്ഞു തന്നപ്പോ പറഞ്ഞത് ഓക്കെ. അത് പറയാൻ പാടാണ്. അതാണ് പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലന്മാരിൽ ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറഞ്ഞു നിന്നപ്പോ, ഇതാണ് സാധാരണ സ്വാഭാവികമായി നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം പരിശുദ്ധാത്മാവിന്റെ നിറവുള്ളപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് സൂപ്പർ നാച്ചുറൽ ഗ്രേസ് എന്ന് പറയുന്നത്. സ്വാഭാവികമല്ല, അതിസ്വാഭാവികമായ ഒരു പ്രവൃത്തി നമുക്ക് ഈ ദിവ്യബലിയില്
പ്രാർത്ഥിക്കാം. പൗലോസും ശീലാസും അങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അതിസ്വാഭാവികമായിട്ടുള്ളൊരു പ്രവൃത്തി ചെയ്തപ്പോൾ ബാക്കി കഥ നമുക്കറിയാം. തടവറയുടെ അടിത്തറ കുലുങ്ങി, ചങ്ങലകൾ അഴിഞ്ഞു വീണു, അവരെ പൂട്ടിയിട്ടിരുന്ന ഗേറ്റുകൾ, തടവറയുടെ വാതിലുകൾ തുറക്കപ്പെട്ടു. നമ്മുടെ ജീവിതത്തിലെ അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ തുറക്കപ്പെടാനും ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ചങ്ങലകൾ അഴിഞ്ഞു വീഴാനും നമ്മളെ തളച്ചിട്ടിരിക്കുന്ന തടവറയുടെ അടിത്തറ ഇളകാനും ഒക്കെ കർത്താവ് ഇടവരുത്തും. നമ്മൾ അവിടുത്തെ നാമത്തെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ഒരു നിമിഷം ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ഇന്ന് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളെ ഓർത്ത്, സങ്കടങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. തടവറയിലായിരിക്കുമ്പോഴും വേദനയുടെ നടുവിലായിരിക്കുമ്പോഴും രോഗത്തിന്റെ പിടിയിലായിരിക്കുമ്പോഴും ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കരമടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്ഷിക്കുന്നവനായ കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുരിശിന്റെ വഴിയിലൂടെ ഞങ്ങളെ രക്ഷയുടെ തീരത്തേക്ക് എത്തിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്നു. നമുക്ക് നമ്മുടെ അനുദിന ജീവിതത്തിൽ കർത്താവ് നമുക്ക് സഹനങ്ങൾ അനുവദിച്ചപ്പോൾ അത് വേണ്ട വിധത്തിൽ മനസ്സിലാക്കാനും കർത്താവിന് നന്ദി പറയാനും കഴിയാതെ പോയ സമയങ്ങളെ ഓർത്ത് അനുദപിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ, 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 ഈശോയേ,